കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 53 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. അവർ കടൽ കടന്ന് ഗനസറത്തിൽ എത്തി. വഞ്ചി കരയ്ക്കടുപ്പിച്ചു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവനുണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതു സ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്നത്തെ ആദ്യ വായനയും സുവിശേഷവും കൂടി ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കൈപിടിച്ച് നടത്താൻ പറ്റുന്ന വളരെ മനോഹരമായ സന്ദേശങ്ങൾ ഇന്നത്തെ വായനകൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. ആദ്യ വായനയുടെ അന്തസ്സത്ത ദൈവത്തിൻ്റെ വചനം സൃഷ്ടികർമ്മം നടത്തുന്നതാണ്. ഇന്നും ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തെ പുതിയതാക്കി മാറ്റാൻ പറ്റും. യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് എന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ വചനത്തിന് നമ്മളെ പുത്തനാക്കി ഒരു സൃഷ്ടികർമ്മം നമ്മളിൽ നടത്താൻ പറ്റും. അതൊരു ശാരീരികമായ സൃഷ്ടികർമ്മം എന്നതിനേക്കാൾ അപ്പുറമായി ഒരാത്മീയമായി നമ്മളെ ക്രിസ്തു സ്നേഹത്തിൽ രൂപപ്പെട്ട, ദൈവത്തോടുള്ള ബന്ധത്തിലും ഈശ്വരോടുള്ള ബന്ധത്തിലും രൂപപ്പെട്ട ഒരാത്മീയ മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് കർത്താവിൻ്റെ വചനത്തിന് സാധ്യമാണ്. ആ വചനം ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനം നാം വായിക്കുമ്പോൾ അവിടെ കാണുകയാണ്, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ വചനം, ആദിയിലുണ്ടായിരുന്ന വചനം മാംസമായിട്ട് മാറിയതാണ് ഈശോ. ഇന്ന് സുവിശേഷം നമ്മൾ കാണുകയാണ്, ആ ഈശോയെ സ്പർശിച്ചവരൊക്കെ, തൊട്ടവരൊക്കെ സൗഖ്യം പ്രാപിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിന് സൃഷ്ടികർമ്മം നടത്താൻ പറ്റും. ആ വചനം മാംസം ധരിച്ച യേശുവിൻ്റെ സാന്നിധ്യത്തിന് സൗഖ്യം നൽകാൻ പറ്റും, അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഏറ്റവും കാതലായൊരു സന്ദേശം ഇന്നത്തെ വായനകളിലുണ്ട്. ഇനി ആ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുകയാണ്, ഈശോ ഗനസറത്തിലെത്തി. ഈശോയുടെ കടൽ കടന്ന് എന്ന് പറഞ്ഞ്, ആ കടൽ ഗലീലി കടലാണ്. കടലെന്ന് പറയാൻ പറ്റില്ല, ഒരു തടാകം, വലിയൊരു തടാകം. അപ്പോൾ ആ തടാകത്തെ ചുറ്റിപ്പറ്റിയാണ് ഈശോയുടെ എല്ലാ ശുശ്രൂഷകളും തന്നെ നടക്കുന്നത്. ഒരു 90% അത്ഭുത പ്രവർത്തികൾ, അടയാളങ്ങൾ ഒക്കെ സൗഖ്യങ്ങളൊക്കെ നടന്നത് ഈ ഗലീലി തടാകത്തിന് ചുറ്റുപാടുമാണ്. അപ്പോൾ ഗലീലി തടാകത്തിൻ്റെ ഒരു സൈഡാണ് ഈ പറയുന്ന ഗനസറത്ത്. അപ്പോൾ കടൽ കടന്ന് ഈശോ ഗനസറത്ത് എത്തി എന്ന് പറയുമ്പോൾ ആ തടാകത്തിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഈശോ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റുന്ന ചില മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, കരക്കിറങ്ങിയപ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. കരക്കിറങ്ങിയപ്പോൾ തന്നെ ആ ദേശത്തുള്ളവർ, ഗനസറത്തുള്ളവർ യേശുവിനെ, അവൻ്റെ സാന്നിധ്യത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, സൗഖ്യങ്ങളെ ഇതൊക്കെ തിരിച്ചറിയുകയാണ്. ദൈവസാന്നിധ്യം യേശുവിലുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൽ അവർ ചുമ്മാ നിൽക്കുകയല്ലേ ചെയ്തത്. നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. യേശു വന്നിറങ്ങിയപ്പോൾ ഇതാ സുഖപ്പെടുത്താൻ കഴിവുള്ള കർത്താവ് നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ അവർ തിങ്ങിക്കൂടുന്നു, ഓടിക്കൂടുന്നു. മാത്രമല്ല, ഓടി നടന്ന് ഗ്രാമപ്രദേശങ്ങളിൽ എവിടെയൊക്കെ രോഗികളുണ്ടോ അവരെല്ലാം യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇവര് കർത്താവിൻ്റെ സാന്നിധ്യം
അംഗീകരിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ ചെയ്തത് ഈ സാന്നിധ്യത്തിലേക്ക്, സുഖപ്പെടുത്താൻ കഴിവുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ആരൊക്കെ യഥാർത്ഥത്തിൽ ദൈവസാന്നിധ്യം സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി സ്വകാര്യ ജീവിതത്തിൽ ഒരു അനുഭവവേദ്യമാകുന്നുണ്ടോ, അവർ വെറുതെ ഇരിക്കില്ല. അനുഭവിച്ച ആ ദൈവസാന്നിധ്യത്തിലേക്ക്, സ്വന്തം ജീവിതത്തിൽ മനസ്സിലാക്കിയ ആ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക്, വചനത്തിൻ്റെ ശക്തിയിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരും. ഇതാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. ഇതാണ് ഇന്ന് അനേകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, കൊറോണ കാലത്തിന് മുമ്പ് ചിറ്റൂർ ഭാഗത്തുനിന്നൊരു അമ്മിച്ച് വരുമായിരുന്നു. എനിക്കൊന്നൊരു 75-80 വയസ്സ് പ്രായമെങ്കിലുണ്ട്. ചട്ടയും മുണ്ടുടുത്ത, ഇപ്പോഴത്തെ കാലത്ത് ചട്ടയും മുണ്ടൊന്നുമില്ല. അപ്പോൾ ചട്ടയും മുണ്ടുടുത്ത അമ്മച്ചി ധ്യാനത്തിന് വരുന്നത്. അമ്മച്ചിയുടെ ശുശ്രൂഷ എന്നാന്ന് ചോദിച്ചാൽ, ധ്യാനത്തിന് വരുമ്പോൾ ഒരു 10-15 പേരെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഇവരെ ഇവിടെ കൊണ്ടുവന്നാക്കി അമ്മച്ചും കൂടെ ധ്യാനം കൂടും. എന്നിട്ട് ഇവരുടെ ഒപ്പം തിരിച്ചു പോകും. തിരിച്ചു വന്ന് ഞായറാഴ്ചത്തെ കുർബാന കഴിഞ്ഞാൽ, വിശുദ്ധ കുർബാന സ്വീകരിച്ച് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം മുഴുവനും ആ ഇടവകയിലുള്ള ഓരോരോ കുടുംബങ്ങളിൽ കയറി ഇറങ്ങും അമ്മച്ചിയുടെ പരിപാടി. അവിടെ ധ്യാനം കൂടേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയും, ഒരു ധ്യാനം കൂടണം, അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടിയ ബുക്കോ ക്യാരിസ്തോതി അങ്ങനെയൊക്കെ അത് സാധനങ്ങൾ അതൊക്കെ കൊണ്ട് കൊടുത്ത് ഒരു അടുത്ത ധ്യാനത്തിന് മുമ്പ് ആ ഇടവകയിൽ കയറി ഇറങ്ങാവുന്ന ഭവനങ്ങളിലൊക്കെ കയറി ഇറങ്ങി ഈശോയെക്കുറിച്ച് പറഞ്ഞ് അടുത്ത ധ്യാനമാകുമ്പോൾ ഒരു 10-15 ഇടയ്ക്ക് ആൾക്കാരെ ഈ 80 വയസ്സുള്ള അമ്മച്ചിയുടെ കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് ഏറ്റവും ഫ്രണ്ടിലാണ് അമ്മച്ചി ധ്യാനത്തിന് ഇരിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം എന്താ, ചട്ടയം കൊണ്ടുകൊടുത്ത അമ്മിച്ച് ഈ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കൈയൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടുമ്പോൾ നല്ല തീഷ്ണതയോടെയാണ് അമ്മിച്ച് ഇതൊക്കെ ചെയ്യുന്നത്. പുറകിലിരിക്കുന്ന പിള്ളേർക്കൊക്കെ നാണാകുന്ന രീതിയിലാണ് അമ്മിച്ച് ദൈവത്തെ ആരാധിക്കുകയും ആ ഒരു ആത്മീയ ആനന്ദത്തിലായിരിക്കുന്നത്. കാരണം എന്താ, തൻ്റെ ജീവിതം കൊണ്ട് അനുഭവിച്ച ആ ഒരു സ്വർഗീയ ആനന്ദം, സന്തോഷം, അത് മറ്റുള്ളവരും അനുഭവിക്കണമെന്നും അറിയണമെന്നുള്ള അമ്മിച്ചിയുടെ ആഗ്രഹമാണ്. ഞായറാഴ്ച ദിവസം ഈ 4 ഞായറാഴ്ച ഇത് തന്നെ ചെയ്യുന്നത്. സുവിശേഷ പ്രഘോഷണോ ഓരോ കുടുംബങ്ങളിലേക്ക് ചെന്നിട്ട് അങ്ങനെ എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു, എത്ര കുടുംബാംഗങ്ങളിൽ ദൈവാനുഗ്രഹം ഉണ്ടായി അമ്മിച്ചിയുടെ ഈ അധ്വാനം കൊണ്ട് എന്ന് പറയുന്നില്ല. അവിടെ തിങ്ങിക്കൂടിയ ജനം മുഴുവനും അവർ ചെയ്തത്, അവരനുഭവിച്ച ആ ദൈവ സാന്നിധ്യം, ആ പ്രസൻസ്, യേശുവിലുള്ള അവരവിടെ ചുമ്മാ നിൽക്കല്ലേ ഇത്. അവർ പോയിട്ട് അവിടെയുള്ള സകല രോഗികളെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നിട്ട് ഒരു പെർമിഷൻ എടുക്കുക, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് തൊടാൻ അനുവദിക്കണം. അപ്പോൾ ഈ കൂട്ടിക്കൊണ്ട് വന്നവരോട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണല്ലോ, എന്ത്, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ മതി, സൗഖ്യം കിട്ടും. ഇടിച്ച് നിന്നോളം പറയില്ലേ, ഇടിച്ച് നിന്നോളം, എങ്ങനെയെങ്കിലും അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് തൊടാനായിട്ട് ഇടിച്ച് നിന്നോളം കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞാണ്. അപ്പം അത്രയും പറഞ്ഞും ബോധ്യപ്പെടുത്തിയും ആ സാന്നിധ്യത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുള്ള വിശ്വാസത്തിൻ്റെ ധൈര്യം നൽകിയിട്ടാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പേ ഒരു സുവിശേഷ പ്രഘോഷണം നടന്നു. കൂട്ടിക്കൊണ്ടുവന്ന് ഇവർ വരുമ്പോഴേ എങ്ങനെയെങ്കിലും ഇവർ കർത്താവിൻ്റെ വസ്ത്രത്തിൽ വിളിമ്പിൽ തൊടാനായിട്ടുള്ള ഒരു അനുവാദം ഒരു മേടിച്ചിട്ട് ഇവർ തൊടുകയും, വചനം പറയുന്ന ഇങ്ങനെയാണ്, അവനെ സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. കർത്താവിനെ വിശ്വാസത്തിൽ തൊടേണ്ടതുപോലെ തൊട്ടെല്ലാ ജീവിതങ്ങളും അവർക്ക് വൈകാരിക സൗഖ്യം, ആത്മീയ സൗഖ്യം, ശാരീരിക സൗഖ്യം, ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഊർജം, ഇതൊക്കെ ഇന്നലകളിൽ മാത്രമല്ല ഇന്നും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വചനം, അവൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എന്നും അത്ഭുതം ചെയ്യുന്ന, നമ്മൾ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്ന സാന്നിധ്യമാണെന്നാണ് ഇന്നത്തെ സുവിശേഷവും ഇന്നത്തെ വായനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വചനത്തിൻ്റെ സന്ദേശം സ്വീകരിച്ച് നമ്മൾ അനുഭവിച്ച ദൈവ സാന്നിധ്യം നമ്മളിൽ തന്നെ നിൽക്കാതെ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നവരോടൊക്കെ പങ്കുവയ്ക്കാൻ തക്ക വിധത്തിലൊരു സുവിശേഷത്തിൻ്റെ ഒരു തീഷ്ണത കൂടി നമ്മൾ വളരട്ടെ എന്ന് ഈ വിശുദ്ധ കുർബാനയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.